ഹലോ ഡിയേഴ്സ്, ഞങ്ങളിന്ന് സൺഡേ മാർക്കറ്റിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് സൺഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. കുറച്ച് ലേറ്റായി പോയി വീഡിയോ ഇടാൻ. സൺഡേ മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ കിട്ടും. പൈസയായിട്ട് അങ്ങ് പോയാൽ മതി, എല്ലാ സാധനവും നമുക്ക് കിട്ടും. തുണികൾ, എല്ലാ തരത്തിലുള്ള തുണികളും, ചെരുപ്പുകൾ, ഷൂകൾ, ഫ്രൂട്ട്സ്, പച്ചക്കറി എല്ലാം നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ കിട്ടും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കുറേ നാളുകൊണ്ട് ഈ മാർക്കറ്റ് അടച്ചിട്ടിരിക്കുകയായിരുന്നു, എന്തോ പ്രശ്നം കാരണം. അപ്പം വീണ്ടും ഇത് തുറന്നതാണ് ഈ മാർക്കറ്റ്. സൺഡേ ആയതുകൊണ്ട് ഇവിടെ ഭയങ്കര തിരക്കുമായിരിക്കും. ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാം സൺഡേ ഇവിടെ വരും മാർക്കറ്റിൽ. കാരണം വില കുറച്ച് സാധനം കിട്ടും, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളും കിട്ടും. നമ്മുടെ നാട്ടിലെ കർട്ടനൊക്കെ ഭയങ്കര വിലയല്ലേ, പക്ഷേ ഇവിടെ ഇവിടെ 150 രൂപ മുതൽ തുടങ്ങും കർട്ടൻ. ഞാൻ വാങ്ങിയിട്ടുണ്ട്. നല്ല ഡിസൈനൊക്കെയുള്ള കർട്ടൻ കിട്ടും, നല്ല ഭംഗിയുള്ള കർട്ടൻ കിട്ടും. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്, വിലക്കുറവാണ്. പിന്നെ നോക്ക്, എല്ലാ തരത്തിലുള്ള തുണിത്തരങ്ങളും കിട്ടും. ഇപ്പോൾ ഇനിയിപ്പോൾ ചൂട് തുടങ്ങുന്നതുകൊണ്ട് കോട്ടൺ, ഡെയിലി യൂസിന് വേണ്ടിയുള്ള കോട്ടൺ വസ്ത്രങ്ങളൊക്കെ ഒരുപാട് കിട്ടും. അതൊക്കെ വാങ്ങാൻ വേണ്ടി ഒത്തിരി പേര് പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നുണ്ട്. ഇവിടെ നല്ല തിരക്കുണ്ട്. നമുക്ക് കുറച്ച് കഴിയുമ്പം ഇതിലും വലിയ തിരക്കാണ്. പക്ഷേ നമ്മൾ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ റോഡിന് നടുക്കൂടാണ് നടന്നു പോകുന്നത്. റോഡിൽ കൂടെ വണ്ടികളും പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ റായയുടെ ഒരു ഷോപ്പ് കണ്ട്. തമ്പൂര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. തമ്പൂരിന് റാ വേണമെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നിന്നപ്പോഴാണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വളകൾ കണ്ടത്. നല്ല ഭംഗിയുള്ള ഒരുപാട് ഡിസൈനുള്ള വളകളുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് നോക്കിയതുള്ളൂ, വാങ്ങിയില്ല. പിന്നെ തമ്പൂരിന് പിങ്ക് കളറ് റാ വേണമെന്ന് പറഞ്ഞ് അവൾക്ക് പിങ്ക് കളർ റാ വാങ്ങി. അപ്പം പിന്നെ ആ ഷോപ്പിൽ ഞാൻ നോക്കിയപ്പം ലിപ്സ്റ്റിക്ക്, പിന്നെ അവിടുന്ന് ഒരു ലിപ്സ്റ്റിക്കും കൂടെ നമ്മൾ വാങ്ങി. അപ്പം ആ റായും ലിപ്സ്റ്റിക്കും വാങ്ങി. ആ ഷോപ്പിൽ നിന്ന് അത് രണ്ടുമാണ് വാങ്ങിയത്. പിന്നെ എൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കമ്മലിൻ്റെ ഒരു കട കണ്ടു. അപ്പം ഞാനിങ്ങനെ കമ്മൽ നോക്കി. ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള കമ്മൽ കിട്ടിയില്ല. അതുകൊണ്ട് ഞാനത് കമ്മൽ വാങ്ങിയില്ല. ഞാനിതങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ എനിക്കൊരു ഇഷ്ടമുള്ളൊരെണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല, അതുകൊണ്ടത് വാങ്ങിയില്ല. പിന്നെ തൊട്ടടുത്ത കടയിൽ നിന്ന് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനുള്ള 2-3 ഡ്രസ്സൊക്കെ വാങ്ങി. അങ്ങനെ ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴാണ് നമ്മളുടെ നാരങ്ങ മിഠായി, ജീരക മിഠായി, നമ്മുടെ പഴയ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നത്. നോക്ക്, അതെല്ലാം നമുക്കുണ്ട്. പക്ഷേ ഞാൻ ഒരു വട്ടം ഇവിടെ വാങ്ങിയായിരുന്നു കേട്ടോ നാരങ്ങ മിഠായി. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് പിന്നെ അത് നോക്കിയില്ല. പിന്നെ തമ്പൂന് ഒരു ഷൂ വാങ്ങി. അത് തുറന്ന് കാണിക്കാൻ പറഞ്ഞതാണ്. അവൾക്കത് ടൈറ്റായിട്ട് കെട്ടിക്കൊണ്ട് തുറക്കാൻ പറ്റിയില്ല. പിന്നെ ഇതാണ് ചോലെ ഭട്ടൂരെ. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഫുഡാണ്. നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ നമ്മളത് വാങ്ങിയില്ല. പിന്നെ ഇവർക്ക് 2-3 വീട്ടിലിടാൻ വേണ്ടിയുള്ള ബനിയനും ഷോർട്സും ഒക്കെ ഈ കടയിൽ നിന്ന് വാങ്ങി. പിന്നെ നോക്കി, ഗ്ലാസിൻ്റെ പല മോഡൽ കപ്പുകൾ അതെല്ലാം ഉണ്ട്, ബോട്ടിൽസ് ഇതെല്ലാം നമുക്ക് കിട്ടും. പിന്നെ ശ്രീയേട്ടൻ ഒരു ഷൂ വാങ്ങിയായിരുന്നു കേട്ടോ ഇവിടുന്ന്. അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് പച്ചക്കറി അരിയുന്ന സാധനം, സെയിം ഗ്രീൻ കളർ കണ്ടോ, ആ സെയിം സാധനം എൻ്റെ കയ്യിലുണ്ട്. ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ, പക്ഷെ കൊള്ളാം കേട്ടോ, ഉപയോഗം ഉള്ള സാധനം തന്നെയാണ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് വണ്ടി എടുത്തിട്ട് പിന്നെ വണ്ടിയിലാണ് പോയത്. കാരണം നമുക്ക് അങ്ങേ എൻ്റെ ചെന്ന് കഴിഞ്ഞിട്ട് സ്ട്രേറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലോട്ട് തിരിച്ചു പോകാൻ പറ്റും. അതുകൊണ്ട് പിന്നെ നമ്മൾ വണ്ടി എടുത്തിട്ട് വണ്ടിക്കകത്ത് നോക്കിക്കൊണ്ട് പോയി. എന്തെങ്കിലും വേണമെങ്കിൽ പിന്നെ വണ്ടി നിർത്തി വാങ്ങാലോ എന്ന് കരുതി. കാരണം പിന്നെ നമ്മൾ നടന്ന് അങ്ങേയറ്റത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ ഒത്തിരി ലേറ്റ് ആവും, നല്ല ദൂരമുണ്ട്. അപ്പം പിന്നെ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് തന്നെയാണ് വന്നത്. ആൾക്കാരൊക്കെ തിരിച്ച് വാങ്ങിയിട്ടെല്ലാം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു പോകുന്നുണ്ട്. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് നമ്മുടെ കച്ചവടങ്ങളൊക്കെ കുറഞ്ഞു, അതായത് കടകളൊക്കെ കുറഞ്ഞു എൻ്റെ ആയപ്പോഴത്തേക്ക്. ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ഗേസ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, ബൈ.